Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics boiling heat transfer, classifications of boiling process, boiling regimes in pool boiling, then boiling regimes in internal flow boiling, condensation, heat transfer. First one, boiling heat transfer. Boiling is a convection process involving a change in phase from liquid to vapor. ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു കൺവെക്ഷൻ പ്രോസസ്സാണ്. പക്ഷെ അവിടെ എന്തുണ്ട്, ഫേസ് ചേഞ്ച് ഉണ്ട്. ലിക്വിഡിൽ നിന്ന് വേപ്പറിലോട്ട്. ഓക്കെ, ഇപ്പം വാട്ടർ ആണെങ്കിൽ വാട്ടർ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റീമിലോട്ട് കൺവേർട്ട് ചെയ്യും. വാട്ടറിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റീമാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ കൺവെക്ഷൻ പഠിച്ചു കഴിഞ്ഞു. കൺവെക്ഷൻ എന്താണ്? ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ സോളിഡ് സർഫസ് ആൻഡ് എ ഫ്ലൂയിഡ് വെൻ ദർ ഈസ് എ ഫ്ലൂയിഡ് മോഷൻ. ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് സോളിഡ് സർഫസിന്ന് ഒന്നുകിൽ എയർ അല്ലെ ഗ്യാസിലോട്ടുള്ളത്, അതേപോലെ സോളിഡ് സർഫസിന്ന് ലിക്വിഡിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. അവിടെ എന്താണ്, ആ ഫ്ലൂയിഡ് നമ്മളെ ലിക്വിഡ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഗ്യാസ് അത് സിംഗിൾ ഫേസിലാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട്, ലിക്വിഡിന് വേറെ ഫേസ് ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ഗ്യാസിലോട്ട്. അവിടെയും സറൗണ്ടിങ് ഫ്ലൂയിഡിന് ഫേസ് ചേഞ്ച് ഇല്ല, സിംഗിൾ ഫേസ് ആയിരുന്നു. പക്ഷേ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം സ്റ്റീം പവർ പ്ലാന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ എടുക്കുന്നു, അവിടെയൊക്കെ എന്തുണ്ട്, ചില കമ്പോണൻസിൽ ഫേസ് ചേഞ്ച് ഉണ്ട്. ഇപ്പം സ്റ്റീം പവർ പ്ലാന്റ് ഓൾറെഡി പഠിച്ചതാണ്. അതിൽ രണ്ട് കമ്പോണൻറ്റ്, ഒന്ന് ബോയിലർ, പിന്നെ കണ്ടൻസർ. ബോയിലറിൽ എന്താ സംഭവിക്കുന്നത്, വാട്ടറിനെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഫേസ് ചേഞ്ച് വന്നു, ലിക്വിഡ് ടു വേപ്പർ ഫേസ് ചേഞ്ച് അവിടെ വന്നു ബോയിലറിൽ. ഇനി കണ്ടൻസറിലോട്ട് വരുന്ന സമയത്തോ ആ സ്റ്റീമിനെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കണ്ടൻസേഷൻ നടക്കുകയാണ്, ഫേസ് ചേഞ്ച് ആണ്. റെഫ്രിജറേറ്ററിലോട്ട് വരുന്ന സമയത്ത് ഇവാപ്പറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്, ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ വേപ്പർ റെഫ്രിജറൻ്റ് ആക്കുകയാണ്. ഓക്കെ, അതേപോലെ കണ്ടൻസറിലോ കണ്ടൻസേഷൻ പ്രോസസ് തന്നെയാണ്, വേപ്പർ റെഫ്രിജറൻറ്റിനെ അഗെയിൻ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. മീൻസ് സം ഓഫ് ദി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എന്തുണ്ട്, ചേഞ്ച് ഓഫ് ഫേസ് എവിടെയുണ്ട്. ഓക്കെ, ഇവിടെ ഞങ്ങൾ സിലബസ് പ്രകാരം ബോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ്റെ എലമെൻ്ററി ഐഡിയാസ് മാത്രമേ വേണ്ടൂ. അതിൻ്റെ കൊറിലേഷൻസിലോട്ടൊന്നും അതുകൊണ്ട് പോകുന്നില്ല. ജസ്റ്റ് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബോയിലിംഗ് പറഞ്ഞു, ഫേസ് ചേഞ്ച് പ്രോസസ്സാണ്. ലിക്വിഡ് ടു വേപ്പർ, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ടാണ് ഫേസ് ചേഞ്ച് ഉള്ളത്. Boiling may occur when a liquid is in contact with a surface maintained at a temperature higher than the saturation temperature of the liquid. ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന എപ്പോഴാണ്, അതിന് ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം വാട്ടറാണ് എടുക്കുന്നത്, 180 പ്രഷർ. 180 പ്രഷറിൽ വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി എപ്പോഴാണ് വാട്ടർ ബോയിൽ ചെയ്യുക, ആ വാട്ടർ 180 വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ആ വാട്ടർ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നത്, ആ സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടി ഹയർ ആണ്. ആ സമയത്താണ് ബോയിലിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ നടക്കുക. ഫോർ എക്സാമ്പിൾ, at 1 atm, the liquid water is in contact with a solid surface maintained at 110 degree centigrade will boil, since the saturation temperature of water at 1 atm is 100 degree centigrade. വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 180 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഞാൻ 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിട്ടുള്ള ഒരു സർഫസുമായിട്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റുമായിട്ട് വാട്ടർ കോണ്ടാക്ട് വരുന്ന സമയത്ത് അത് ബോയിൽ ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ പ്രഷർ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാരണം സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. 1 atm വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. The boiling process is characterized by the rapid formation of vapor bubbles at the solid-liquid interface that detach from the surface when they reach a certain size and attempt to rise to the ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. നമ്മളിപ്പം ബോയിലിംഗ് എല്ലാവരും കണ്ട പ്രോസസ്സാണ്. ഒരു ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് പറയുക, അതിൽ നിന്ന് ബബിൾസ്, കണ്ടിന്യൂസ് ബബിൾസ് ഫ്രീ സർഫസിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യല എന്ന് പറയുന്നത്. ഓക്കെ, മീൻസ് ഇവിടെ എന്തുണ്ട്, ബോയിലിംഗ് പ്രോസസ്സിൽ ബബിൾ ഫോർമേഷൻ ഉണ്ട്.
ബോയിലിംഗ് പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഫോർമേഷൻ ഓഫ് വേപ്പർ ബബിൾസ്. ഓക്കെ, ആ സർഫസിലാണ് ആദ്യം ബബിൾസ് ഫോം ചെയ്യുന്നത്. വേപ്പർ ബബിൾസ് ഫോം ചെയ്യും, അതെന്ത് ചെയ്യും, ഫ്രീ സർഫസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, ഇനീഷ്യലി അവിടെ ഫോം ചെയ്യുന്ന ബബിൾസ് ഫ്രീ സർഫസിലെത്തൂല്ല, കുറച്ച് ആ ഒരു സോളിഡ് സർഫസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താടും അത് കൊളാപ്സ് ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് പറയുന്നത് വെച്ചാൽ ബബിൾ ഫോർമേഷൻ, അഡീഷണൽ ആയിട്ട് ഒരു ബബിൾ ഫോർമേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ ഉണ്ട് ബോയിലിങ്ങിൽ. ഓക്കെ, the boiling heat flux from a solid surface to the fluid is expressed from the Newton's law of cooling as boiling heat flux ന്റെ expression. Newton's law of cooling എന്ന heat flux ആണ് heat transfer per unit area. Q boiling is equal to H into Ts minus Tsat is equal to H into delta Txs. Ts എന്ന് പറഞ്ഞാൽ നമ്മളെ സോളിഡ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ. Tsat എന്ന് വെച്ചാൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ, കറസ്പോണ്ടിങ് പ്രഷറിലെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. H കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ടി എക്സസ്. ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് ടി എസ് മൈനസ് ടി സാറ്റ്. അതിനെ ഞാൻ എക്സസ് ടെമ്പറേച്ചറായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും എത്രത്തോളം എക്സസ് ആണ് സോളിഡ് സർഫസ് ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും സോളിഡ് സർഫസ് ടെമ്പറേച്ചർ എപ്പോഴും ഹയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഡിഫറൻസ് അതിനെയാണ് എക്സസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Any classifications of boiling process based on presence of bulk fluid motion. അതായത് ഇപ്പം നമ്മൾ കൺവെക്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്നുണ്ട് പ്രസൻസ് ഓഫ് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ ഉണ്ട് എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ട്. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷനിൽ അതില്ല. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ. ഫസ്റ്റ് വൺ പൂൾ ബോയിലിംഗ്. ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്തില്ല, ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ ഇല്ല. Boiling is called pool boiling in the absence of bulk fluid flow. In pool boiling, the fluid is stationary and any motion of the fluid is due to natural convection current and the motion of bubbles under the influence of buoyancy. Example, boiling of water in a pan on the top of a stove. Pool boiling ഇവിടെ പമ്പ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഏജൻസി ഒന്നും വെച്ചിട്ട് ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നാച്ചുറൽ കൺവെക്ഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷനിൽ എങ്ങനെയാണ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് കൊണ്ട് ബോയാൻസി ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഫോഴ്സാണ് അവിടെ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ ഇല്ല പൂൾ ബോയിലിങ്ങിൽ. എക്സാമ്പിളായിട്ട് നമ്മൾ നോർമലി ഇങ്ങനെ കിച്ചണിലെല്ലാം കാണുന്നതായിരിക്കും, ബോയിലിംഗ് ഓഫ് വാട്ടർ ഇൻ എ പാൻ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റവ്. അവിടെ ആർട്ടിഫിഷ്യൽ ഏജൻസ് ഒന്നും വെച്ചിട്ട് നമ്മൾ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അത് പൂൾ ബോയിലിംഗ് ആണ്. അടുത്തത് ഫ്ലോ ബോയിലിംഗ്. എന്തായിരിക്കും, എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ട് അവിടെ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബോയിലിംഗ് ഈസ് കോൾഡ് ഫ്ലോ ബോയിലിംഗ് ഓർ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ബോയിലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ബൾക്ക് ഫ്ലൂയിഡ് ഫ്ലോ. ഇൻ ഫ്ലോ ബോയിലിംഗ് the fluid is forced to move in a heated pipe or over a surface by external means such as pump. ബൾക്ക് ഫ്ലൂയിഡ് ഫ്ലോ, ഇവിടെ ഒരു ഹീറ്റഡ് ട്യൂബാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഫേസ് ചേഞ്ചും വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഫ്ലോ ബോയിലിംഗ് ആണ്. പമ്പൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നിക്കൽ ഒരു പൈപ്പിൻ്റെ അകത്തൂടെ ആയിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹോട്ട് സർഫസിൻ്റെ മുകളിലൂടെ ആയിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ആ ഹോട്ട് സർഫസിൻ്റെ മുകളിലൂടെ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫ്ലോ ബോയിലിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിംഗ്. പൈപ്പിൻ്റെ അകത്തൂടെയൊക്കെ ആണെങ്കിൽ ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിംഗ്. അടുത്തത് ബേസ്ഡ് ഓൺ ബൾക്ക് ലിക്വിഡ് ടെമ്പറേച്ചർ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. പൂൾ ആൻഡ് ഫ്ലോ ബോയിലിംഗ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് സബ്കൂൾഡ് ബോയിലിംഗ് ഓർ സാച്ചുറേറ്റഡ് ബോയിലിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദ ബൾക്ക് ലിക്വിഡ് ടെമ്പറേച്ചർ. മീൻസ് ഈ പൂൾ ബോയിലിംഗ് ആയാലും ഫ്ലോ ബോയിലിംഗ് ആയാലും അതിൻ്റെ ബൾക്ക് ഓഫ് ദ ലിക്വിഡ് അതിൻ്റെ ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സബ് കൂൾഡ് ബോയിലിംഗ്, രണ്ടാമത്തത് സാച്ചുറേറ്റഡ് ബോയിലിംഗ് ആണ്. ഓക്കെ, അതിന് സബ് കൂൾഡ് ബോയിലിംഗ് നോക്കാം. ബോയിലിംഗ് ഈസ് സെഡ് ടു ബി സബ് കൂൾഡ് ഓർ ലോക്കൽ വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദി മെയിൻ ബോഡി ഓഫ് ദ ലിക്വിഡ് ഈസ് ബിലോ സാച്ചുറേഷൻ ടെമ്പറേച്ചർ Tsat. ദറ്റ് ഈസ് ബൾക്ക് ഓഫ് ദ ലിക്വിഡ് ഈസ് സബ് കൂൾഡ്. ഒരു കണ്ടെയ്നറിൽ വാട്ടർ എടുത്തിട്ട് ഞാൻ ഹീറ്റ് ചെയ്യുന്നുണ്ട്. 1 atm ആണ് പ്രഷർ. ഓക്കെ, ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഹീറ്റിങ്ങിൽ നമുക്ക് ബബിൾസ് എവിടെ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ,
ജസ്റ്റ് ഹീറ്റിംഗ് സർഫസിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ആ ബബിൾ ഫോർമേഷൻ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ബാക്കി മെജോറിറ്റി ഓഫ് ദ ലിക്വിഡും എന്തായിരിക്കും, സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവായിരിക്കും. ഇപ്പോൾ 180 ആണെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ആ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവായിരിക്കും മെയിൻ ബൾക്ക് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത്തരം കേസിൽ സബ് കൂൾഡ് ബോയിലിംഗ് ആണ്. ഓക്കെ, ഇതിൽ ആ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. സബ് കൂൾഡിൽ അല്ല ബോയിലിംഗ് ഹീറ്റ് ട്രാൻസ്ഫറിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. At the early stages of boiling, bubbles are confined to a narrow region near the hot surface. But these bubbles disappear soon after they move away from the hot surface as a result of heat transfer from the bubbles to the cooler liquid surrounding them. This happens when the bulk of the liquid is at a lower temperature than saturation temperature. ഇനീഷ്യലി ഇവിടെ ബബിൾസ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സർഫസിൽ, ഹോട്ട് സർഫസിൽ ബബിൾസ് ഫോം ചെയ്യും. ആ ബബിൾസ് ആ സർഫസ് ലീവ് ചെയ്തിട്ട്, ഹോട്ട് സർഫസ് ലീവ് ചെയ്തിട്ട് ഫ്രീ സർഫസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, പക്ഷേ ആ ബബിൾസ് സർഫസ് ലീവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഡിസപ്പിയർ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബോയിലിങ്ങിൽ. കാരണം എന്താ, അത് ലീവ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സറൗണ്ട് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലാണ് ഉള്ളത്. ഓക്കെ, ആ ലോ ടെമ്പറേച്ചറിലെ ലിക്വിഡിൽ എത്തുന്ന സമയത്ത് ആ ബബിൾ കൊളാപ്സ് ചെയ്യും. ബബിൾ കൊളാപ്സ് എന്ന് വെച്ചാൽ ആ ബബിൾ കണ്ടൻസ് ചെയ്യുന്നു, അതിൻ്റെ സറൗണ്ടിങ്ങിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തി അത് അവിടെ കണ്ടൻസ് ചെയ്തു, കൊളാപ്സ് ചെയ്ത് പോയി. ഓക്കെ, മീൻസ് നമുക്കെന്താ, ആ ഒരു ബബിൾ ഫോർമേഷൻ ഒരു ലോക്കൽ റീജിയനിൽ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഒരിക്കലും സർഫസിലോട്ട് എത്തുന്നില്ല ഇവിടെ സബ് കോൾഡ് ബോയിലിങ്ങിൽ. The bubbles serves as energy movers from the hot surface into the liquid body by absorbing heat from the hot surface and releasing it into the liquid as they condense and collapse. ഈ ബബിൾസ് ആക്ച്വലി എന്താണ്, എനർജി കാരിയേഴ്സ് ആണ്. ഹോട്ട് സർഫസിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു, ബാക്കി മുകളിലോട്ട് പോയി, ബാക്കി ഫ്ലൂയിഡിലൂടെ എത്തിയിട്ട് കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് സറൗണ്ടിങ് ലിക്വിഡിലോട്ട് എനർജി ട്രാൻസ്ഫർ അടക്കം ചെയ്യുന്നു. ഹോട്ട് സർഫസിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് സറൗണ്ടിങ് ലിക്വിഡിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, എന്താണ് എനർജി മൂവേഴ്സ് അല്ലെങ്കിൽ എനർജി കാരിയേഴ്സ് ആണ് ആ ബബിൾസ്. ഓക്കെ, ഈ ഒരു കേസിൽ സബ് കൂൾഡ് ബോയിലിങ്ങിൽ ദ ബോയിലിംഗ് ഈസ് കൺഫൈൻഡ് ടു എ റീജിയൻ ഇൻ ദ ലൊക്കാലിറ്റി ഓഫ് ഹോട്ട് സർഫസ് ആൻഡ് ഈസ് കോൾഡ് ലോക്കൽ ഓർ സബ് കൂൾഡ് ബോയിലിംഗ്. അടുത്തത് സാച്ചുറേറ്റഡ് ബോയിലിംഗ്. ഇവിടെ എന്തായിരിക്കും, ബൾക്ക് ഓഫ് ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവും. Boiling is said to be saturated or bulk when the temperature of the liquid is equal to Tsat. That is, bulk of the liquid is saturated. When the entire liquid body reaches saturation temperature, the bubbles start rising to the top. ഓക്കെ, ബോയിലിംഗ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി സബ് കൂൾഡ് ആണെങ്കിൽ പിന്നെ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി, ബൾക്ക് ഓഫ് ദ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് എവിടെ എത്തും, സാച്ചുറേഷൻ ടെമ്പറേച്ചറിലെത്തും. 180 ആണ് പ്രഷറെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, ഈ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് പ്രോസസ്സ്. അത് ആ സമയത്ത് ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം വാട്ടർ സ്റ്റീം ആവുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വാട്ടർ. 180 ആണെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നാണ്. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വാട്ടർ, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്റ്റീം ആവും. ആ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവില്ല ബോയിലിംഗ് നടക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മളെ സാച്ചുറേറ്റഡ് ബോയിലിങ്ങിൽ ആ ബൾക്ക് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവും. മീൻസ് ഇവിടെ ഫോം ചെയ്യുന്ന ബബിൾസ് അതെന്ത് ചെയ്യും, ഫ്രീ സർഫസിലോട്ട് റൈസ് ചെയ്യും. ഓക്കെ, നേരത്തെ മാതിരി ആ ലിക്വിഡ് ബോഡിയിൽ നിന്ന് കൊളാപ്സ് ചെയ്യാണ്ട് ഫ്രീ സർഫസിലോട്ട് ബബിൾസിന് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും സാച്ചുറേറ്റഡ് ബോയിലിങ്ങിൽ. അടുത്തത് ബോയിലിംഗ് റെജിംസ് ഇൻ പൂൾ ബോയിലിംഗ്. ഇവിടെ പൂൾ ബോയിലിംഗ് എന്താണ്, നമ്മളെ ലിക്വിഡിന് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ ഇല്ല, അതാണ് പൂൾ ബോയിലിങ്ങിൽ വരുന്നത്. അതിൻ്റെ ബോയിലിംഗ് കർവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാട്ടറിൻ്റെ 180 പ്രഷറിലെ ബോയിലിംഗ് കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലെന്താ എടുത്തിരിക്കുന്നത്, വൈ കോർഡിനേറ്റിൽ ബോയിലിംഗ് ഹീറ്റ് ഫ്ലക്സ് ആണ്, എക്സ് കോർഡിനേറ്റിൽ എക്സസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ മീനിങ്, നമ്മളെ സർഫസിൻ്റെ സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. ഓക്കെ, 180 പ്രഷറിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. 180 പ്രഷറിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. സർഫസ് ടെമ്പറേച്ചർ മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആണ് എക്സസ് ടെമ്പറേച്ചർ. ഓക്കെ,
അന്നേരം എക്സസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സർഫസ് ടെമ്പറേച്ചർ 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമ്മളിപ്പം സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സമയത്ത് 180 m തന്നെയാണ് വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. അതിനനുസരിച്ചിട്ട് 4 റെജിംസ് ബോയിലിംഗ് റെജിംസ് ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ ബോയിലിംഗ്, ന്യൂക്ലിയേറ്റ് ബോയിലിംഗ്, ട്രാൻസിഷൻ ബോയിലിംഗ്, ഫിലിം ബോയിലിംഗ്. ഓരോ റെജിംസ് ആയിട്ട് നോക്കാം. ആദ്യം ഈ ഇനീഷ്യൽ പോയിന്റ് തൊട്ടിട്ട് പോയിന്റ് എ വരെ അത് നാച്ചുറൽ കൺവെക്ഷൻ ബോയിലിംഗ് ആണ്. ഈ ഒരു പോയിന്റ് എ വരെ അവിടെ അപ്രോക്സിമേറ്റ്ലി എക്സസ് ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ വാട്ടറിൻ്റെത് നോക്കാം. നാച്ചുറൽ കൺവെക്ഷൻ ബോയിലിംഗ് അപ് ടു പോയിന്റ് എ, ഈ ഒരു പോയിന്റ് വരെ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടിട്ട് പോയിന്റ് എ വരെ നാച്ചുറൽ കൺവെക്ഷൻ ബോയിലിംഗ് ആണ്. ഓക്കെ. എ പ്യൂർ സബ്സ്റ്റൻസ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു സ്റ്റാർട്ട് ബോയിലിംഗ് വെൻ ഇറ്റ് റീച്ചസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പ്രഷർ. തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്. പ്യൂർ സബ്സ്റ്റൻസ് ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതെപ്പോഴാണ് ബോയിൽ ചെയ്യുക? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിനെന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ പ്രഷറിൽ അതിനൊരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ഇപ്പോൾ വാട്ടറിൻ്റെ ആണെങ്കിൽ 180 m പ്രഷറിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ. ഇനി ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തുന്ന സമയത്ത് 180 m പ്രഷറിലാണെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആ ലിക്വിഡ് ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് അത് ബോയിൽ ചെയ്യണം. ഓക്കെ. ബോയിലിംഗ് മീൻസ് നമ്മൾ എന്താണ്, ബബിൾസ് ഫോം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബോയിലിംഗ് നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക. ഓക്കെ. ബൈ തിയറി അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ആക്ച്വൽ കേസിലോട്ട് വരുന്ന സമയത്ത് 180 m പ്രഷറിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ജസ്റ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുന്ന സമയത്ത് ബബിൾസ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കുറച്ചും കൂടെ ടെമ്പറേച്ചർ, എക്സസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബോയിലിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് ഇൻ പ്രാക്ടീസ് വി ഡു നോട്ട് സീ എനി ബബിൾസ് ഫോമിംഗ് ഓൺ ദ ഹീറ്റിംഗ് സർഫസ് until the liquid is heated a few degree above saturation temperature, about 2 to 5 degree Celsius for water. ഈ സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ ജസ്റ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. നമുക്ക് ബബിൾസ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. 180 m ആണെങ്കിൽ, പ്രഷർ 180 m, നമുക്ക് എന്ത് വേണം, ഒരു അപ് ടു ഒരു 106 അല്ലെങ്കിൽ 105 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് ഈ ഒരു സർഫസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ബബിൾസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിലെ താഴെയുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ബബിൾസ് ഫോർമേഷൻ ആക്ച്വലി കാണുന്നില്ല. ഓക്കെ. ഇൻ പ്രാക്ടീസ് therefore ഈ ഒരു കേസിൽ the liquid is slightly superheated in this case and evaporates when it rises to free surface. The fluid motion in this mode of boiling is governed by natural convection current and heat transfer from the heating surface to the liquid is by natural convection. ഈ ഒരു കേസിൽ ഈ എക്സസ് ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് അവിടെ ബബിൾ ഫോർമേഷൻ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബൈ നാച്ചുറൽ കൺവെക്ഷൻ ആണ്. ലിക്വിഡ് ഈ ഫ്രീ സർഫസിലെത്തുന്ന സമയത്ത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. നമുക്ക് ഈ കേസിൽ എന്താണ്, നാച്ചുറൽ കൺവെക്ഷൻ്റെ കോറിലേഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കേസിൽ ബബിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഈ ഒരു എക്സസ് ടെമ്പറേച്ചർ റേഞ്ചിൽ അപ് ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എക്സസ് ടെമ്പറേച്ചർ വരുന്ന കേസിൽ നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ കോറിലേഷൻസ് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി എപ്പോഴാണ് ബബിൾസ് ഫോം ചെയ്യുന്നത്? സെക്കൻഡ് റെജിം ന്യൂക്ലിയേറ്റ് ബോയിലിംഗ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് സി. പോയിന്റ് എ ടു സി ആണ് ന്യൂക്ലിയേറ്റ് ബോയിലിംഗ് റെജിം എന്ന് പറയുന്നത്. അതിനെ തന്നെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് റീജിയൻ എ ബി ദെൻ ബി സി. ഇതിൽ എ ബിയിൽ ബബിൾസ് ആ ലിക്വിഡിൻ്റെ അകത്ത് തന്നെ കൊളാപ്സ് ചെയ്യും. ബി സിയിൽ ബബിൾസ് റൈസസ് ടു ഫ്രീ സർഫസ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു കേസിലൊക്കെ എന്താണ്, ബോയിലിംഗ് ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് പോവുകയെന്ന്. ഓക്കെ, പോയിന്റ് സി വരെ ബോയിലിംഗ് ഹീറ്റ് ഫ്ലക്സ് വൈ കോർഡിനേറ്റിലാണ്. ബോയിലിംഗ് ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് പോവുകയെന്ന്. പിന്നെ അതിനൊരു ഡിക്രീസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇത് നോക്കാം. ദ ഫസ്റ്റ് ബബിൾസ് സ്റ്റാർട്ട് ഫോമിംഗ് അറ്റ് പോയിന്റ് എ ഓഫ് ദി ബോയിലിംഗ് കർവ് അറ്റ് വേരിയസ് ലൊക്കേഷൻസ് ഓഫ് ദി ഹീറ്റിംഗ് സർഫസ്. ഈ ഒരു പോയിന്റ് എക്സസ് ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തുന്ന സമയത്ത്, ഞാനിപ്പം എക്സസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വരച്ചിരിക്കുന്നത്. ഈ കേസിൽ എക്സസ് ടെമ്പറേച്ചർ 5 ഡിഗ്രിയിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബബിൾസ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫസ്റ്റ് ബബിൾ ഇവിടെ തന്നെ 5 ഡിഗ്രി എക്സസ് എത്തുന്ന സമയത്ത്, വാട്ടറിൻ്റെ കേസിൽ 5 അല്ലെങ്കിൽ 6 എത്തുന്ന സമയത്ത് ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ആ ബബിൾസ് ഫോം ചെയ്യുന്നതിന് ന്യൂക്ലിയേഷൻ സൈറ്റ് എന്ന് പറയും. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുന്ന ലൊക്കേഷനാണ് ന്യൂക്ലിയേഷൻ സൈറ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയേഷൻ ലൊക്കേഷൻ എന്ന് പറയും. ഓക്കെ,
The bubbles forms at an increasing rate at an increasing number of nucleation sites as the excess temperature increases. ഓക്കെ, ഞാൻ പിന്നെയും എക്സസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എക്സസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സമയത്ത് ബബിൾ ഫോർമേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ബബിൾ ഫോർമേഷൻ ലൊക്കേഷൻസിൻ്റെ എണ്ണവും കൂടും, അതേപോലെ റേറ്റ് ഓഫ് ബബിൾ ഫോർമേഷനും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, the nucleate boiling regimes can be separated into two distinct regions. Already പറഞ്ഞാൽ AB and BC. ഓരോന്ന് നോക്കാം. In region AB, isolated bubbles are formed at various preferential nucleation sites on the heated surface, but these bubbles are dissipated in the liquid shortly after they separate from the surface. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബബിൾ ഫോർമേഷൻ. അവിടെ ബബിൾസ് ഫോം ചെയ്താടും അത് സർഫസിൽ നിന്ന് ലീവേറ്റ് ടോപ്പിലോട്ട് ഫ്രീ സർഫസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എന്താ, ആ ബബിൾസ് ജസ്റ്റ് ആ ഫ്രീ സർഫസിലോട്ട് എത്തുന്നില്ല. ഇനീഷ്യലി ആ ഒരു സർഫസ് ലീവ് ചെയ്ത് കഴിഞ്ഞാലും അത് കൊളാപ്സ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇനീഷ്യലി the space vacated by the rising bubbles is filled by liquid in the vicinity of heater surface and the process is repeated. ആ ബബിൾസ് ഫോം ചെയ്ത് ലീവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, ആ ഒരു സ്പോട്ടിലോട്ട് വരും. ഓക്കെ, അതിനുശേഷം അവിടെയുള്ള ആ ലിക്വിഡ് എഗെയിൻ ബബിൾ വേപ്പറായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. മീൻസ് സറൗണ്ടിങ് ലിക്വിഡ് എഗെയിൻ ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. മീൻസ് എന്താ, അവിടെ ഒരു സെൽഫ് അജിറ്റേഷൻ അവിടെ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്ഷൻ അവിടെ വരുന്നുണ്ട്. ദ സ്റ്റിയറിംഗ് ആൻഡ് അജിറ്റേഷൻ കോസ്ഡ് ബൈ എൻട്രെയിൻമെൻറ്റ് ഓഫ് ലിക്വിഡ് ടു ദി ഹീറ്റർ സർഫസ് ഈസ് primarily responsible for the increased heat transfer coefficient and heat flux in this region of nucleate boiling. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ റീജിയൻ എ ബിയിൽ ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വേപ്പർ ബബിൾസ് ഫോം ചെയ്തു, അത് കുറച്ച് മുകളിലോട്ട് പോയതോടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ ആ വേപ്പർ ബബിളിൽ ലീവ് ചെയ്യുന്ന സർഫസ് ലിക്വിഡ്, സറൗണ്ടിങ് ലിക്വിഡ് പെട്ടെന്ന് തന്നെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. മീൻസ് അവിടെ ഒരു സെൽഫ് അജിറ്റേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ആ മിക്സിങ് വരുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഹൈ ഹീറ്റ് ഫ്ലക്സ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്ത റീജിയൻ ബി സി. റീജിയൻ ബി സിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് പിന്നെ ഒരു റേറ്റ് ഓഫ് ഇൻക്രീസ് അവസാനം കുറയുന്നുണ്ട്, പിന്നെ മാക്സിമം എത്തി. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇൻ റീജിയൻ ബി സി ഹീറ്റർ ടെമ്പറേച്ചർ ഈസ് ഫർദർ ഇൻക്രീസ്ഡ്. ബി സിയിലോട്ട് പോകുന്ന സമയത്ത് എക്സസ് ടെമ്പറേച്ചർ പിന്നെയും ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് സർഫസ് ഇൻക്രീസ് ചെയ്തു. ദ ഹീറ്റർ ടെമ്പറേച്ചർ ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ആൻഡ് ബബിൾസ് ഫോം അറ്റ് സച്ച് എ ഗ്രേറ്റ് റേറ്റ് അറ്റ് സച്ച് എ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയേഷൻ സൈറ്റ് ആൻഡ് ദ ഫോം കണ്ടിന്യൂസ് കോളംസ് ഓഫ് വേപ്പർ ഇൻ ദ ലിക്വിഡ്. ദീസ് ബബിൾസ് മൂവ്സ് അപ് ടു ഫ്രീ സർഫസ് ആൻഡ് കൊളാപ്സ്. The large heat fluxes obtainable in this region are caused by combined effect of liquid entrainment and evaporation. ഞാൻ പിന്നെയും എക്സസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് ആ ബബിൾ ഫോർമേഷൻ റേറ്റ് അല്ലാണ്ട് കൂടും, അതേപോലെ ഒരുപാട് ലൊക്കേഷൻസിൽ ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ ഫോം ചെയ്യുന്ന ബബിൾസ് ഫ്രീ സർഫസിലോട്ട് എക്സസ് ടെമ്പറേച്ചർ നല്ലോണം കൂട്ടിയിട്ടുണ്ട്, ആ ബബിൾസ് അപ് ടു ഫ്രീ സർഫസിലോട്ട് തന്നെ എത്തുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൊളാപ്സ് ചെയ്യാണ്ട് ഫ്രീ സർഫസിലോട്ട് തന്നെ എത്തുന്നുണ്ട്. ദ ലാർജ് ഹീറ്റ് ഫ്ലക്സ്, ഇവിടെ നമുക്ക് ഹീറ്റ് ഫ്ലക്സ് ഹൈ ആണ്. ഓക്കെ, നല്ല ലാർജ് ഹീറ്റ് ഫ്ലക്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മീൻസ് അവിടെ ലിക്വിഡ് എൻട്രെയിൻമെൻറ്റ് വരുന്നുണ്ട്, അതേപോലെ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്, ലിക്വിഡ് എൻട്രെയിൻമെൻറ്റ് വരുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞത് തന്നെ. ഓക്കെ, ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ട് ലാർജ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അറ്റ് ലാർജർ വാല്യൂസ് ഓഫ് എക്സസ് ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അറ്റ് ദ ഹീറ്റഡ് സർഫസ് റീച്ചസ് സച്ച് എ ഹൈ വാല്യൂ that a large fraction of the heat surface is covered by bubbles, making it difficult for the liquid to reach heater surface and wet it. ഞാൻ എക്സസ് ടെമ്പറേച്ചർ ഇവിടെ എത്തിച്ചു. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ ഹീറ്റർ സർഫസിൻ്റെ ടെമ്പറേച്ചർ പിന്നെയും കൂട്ടി. മീൻസ് എന്താ, ഈ ഒരു ഈ സർഫസിൽ മൊത്തമായിട്ട് എന്തായി, ബബിൾസായി. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ ലിക്വിഡിന്, സറൗണ്ടിങ് ലിക്വിഡിന് ആ സർഫസിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കുറയുന്നു. Okay, at large values of excess temperature, rate of evaporation at a heater surface reaches such high values that a large fraction of the heater surface is covered by bubbles.
അതായത് ഈ ഹീറ്റർ സർഫസിൻ്റെ മെജോറിറ്റി ഓഫ് ദ പോർഷൻസും ബബിൾ കവർ ചെയ്തു. കാരണം എക്സസ് ടെമ്പറേച്ചർ ഹൈ ആണ്, അത്രയും റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദ പോർഷനും ബബിൾസ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിന് ആ ഫ്രീ സർഫസിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നില്ല, ആ സർഫസിനെ വെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടെന്താ വേപ്പർ എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. മീൻസ് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോൺസിക്വൻ്റ്ലി ദ ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസസ് അറ്റ് എ ലോവർ റേറ്റ്. ഇവിടെ സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു, ഇവിടെ എത്തുന്ന സമയത്ത് ഇൻക്രീസ് തന്നെ, പക്ഷേ റേറ്റ് കുറഞ്ഞു, ഇൻക്രീസിങ് റേറ്റ് കുറഞ്ഞു. ദെൻ റീച്ചസ് മാക്സിമം, ഇൻക്രീസസ് അറ്റ് എ ലോവർ റേറ്റ് വിത്ത് ഇൻക്രീസിങ് എക്സസ് ടെമ്പറേച്ചർ ആൻഡ് റീച്ചസ് എ മാക്സിമം അറ്റ് പോയിന്റ് സി. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം എത്തി, ഹീറ്റ് ഫ്ലക്സ്. ദ ഹീറ്റ് ഫ്ലക്സ് അറ്റ് ദിസ് പോയിന്റ് സിയിലെ ഹീറ്റ് ഫ്ലക്സിനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കൽ ഓർ മാക്സിമം ഹീറ്റ് ഫ്ലക്സ്. ഓക്കെ, അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയുന്നു, ഹീറ്റ് ഫ്ലക്സ് കുറയുന്നു. കാരണം എന്താ? ആ റീജിയൻ സിക്ക് ശേഷമുള്ള റീജിയനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ബോയിലിംഗ് റെജിം. ഓക്കെ, ഇവിടെയുള്ള ബോയിലിംഗ് റെജിം ട്രാൻസിഷൻ ബോയിലിംഗ് റെജിം എന്ന് പറയും, ബിറ്റ്വീൻ പോയിന്റ് സി ആൻഡ് ഡി. ആസ് ദ ഹീറ്റർ ടെമ്പറേച്ചർ ആൻഡ് ദ എക്സസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്. ഹീറ്റർ ടെമ്പറേച്ചർ കൂടുന്ന, എക്സസ് ടെമ്പറേച്ചർ പിന്നെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ 30 120 അപ്രോക്സിമേറ്റ് വാല്യൂ. ദ ഹീറ്റ് ഫ്ലക്സ് ഡിക്രീസസ്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? മെജോറിറ്റി ഓഫ് ദി സർഫസ് എന്തായിരിക്കും? വേപ്പർ ആയിരിക്കും ഇവിടെ കവർ ചെയ്യുന്നുണ്ടാവുക. ഹീറ്റർ സർഫസിൻ്റെ മുകളിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന വേപ്പർ ആയിരിക്കും മെജോറിറ്റി ഏരിയയിലും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ലാർജ് ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റർ സർഫസ് ഈസ് കവേർഡ് ബൈ വേപ്പർ ഫിലിം വിച്ച് ആക്ട് ആസ് എൻ ഇൻസുലേഷൻ ഡ്യൂ ടു ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് വേപ്പർ റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് ലിക്വിഡ്. In the transition boiling regime, both nucleate and film boiling partially occur. The transition boiling regime is also called unstable film boiling regime. ഓക്കെ, ഈ ഒരു കേസിൽ ഞാൻ പിന്നെ എക്സസ് ടെമ്പറേച്ചർ കൂട്ടി, ബബിൾ ഫോർമേഷൻ വെരി ഹൈ റേറ്റിലുണ്ടാവും. മെജോറിറ്റി ഓഫ് ദ ഈ ഹീറ്റർ സർഫസും ബബിൾസ് ആണ് കവർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ രണ്ടും ന്യൂക്ലിയേറ്റ് ബോയിലിംഗും ഉണ്ട്, അതേപോലെ ഫിലിം ബോയിലിംഗും ഉണ്ട്. മീൻസ് വേപ്പർ ഫിലിം അതുമായിട്ട് കവർ ചെയ്യുന്ന ആ ഏരിയ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ എക്സസ് ടെമ്പറേച്ചർ വെരി ഹൈയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ഫോം ചെയ്യുന്ന വേപ്പർ ഫിലിം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, പിന്നെയും ഞാൻ എക്സസ് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇവിടെ മെജോറിറ്റി മെയിൻ പോർഷനും എന്തായി സ്റ്റേബിൾ ഫിലിം ആയിരിക്കും വരുന്നത്. ആ കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ഫിലിം വരുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയാൻ കാരണം എന്താ? ഈ വേപ്പർ എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ്. ആ കേസിൽ ഈ സർഫസിൽ നിന്ന് ലിക്വിഡിലോട്ട് ഹീറ്റ് എത്തണമെങ്കിൽ അങ്ങനെ വേണം, സർഫസിൽ നിന്ന് ആദ്യം വേപ്പർ, ആ വേപ്പർ വഴി എന്ത് വേണം? ഹീറ്റ് കണ്ടക്ഷൻ നടക്കണം. ഓക്കെ, ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അതിനുശേഷം മാത്രമേ ലിക്വിഡിലെത്തുള്ളൂ. അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഹീറ്റ് ഫ്ലക്സ് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, the nucleate boiling at point C is completely replaced by film boiling at point D കർവിൽ. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിൾ ഫിലിമാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഫിലിം ബോയിലിംഗ് ആണ്, ഫിലിം ബോയിലിംഗ്. ഓക്കെ, ഈ ഡി മിനിമം ഹീറ്റ് ഫ്ലക്സ് ആ പോയിന്റ് പറയുന്ന പേര് ലെയ്ഡൻ ഫ്രോസ്റ്റ് പോയിന്റ് ആണ്. അതിനുശേഷം പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്യും മിനിമത്തിലെത്തിയതിന് ശേഷം. ഓക്കെ, അതിൻ്റെ കാരണം നോക്കാം. In this region, film boiling region, the heater surface is completely covered by continuous stable vapor film. ഇവിടെ വേപ്പർ ഫിലിമാണ്, അത് സ്റ്റേബിൾ ആണ്, പിന്നെ അത് കൊളാപ്സ് ചെയ്യുന്നില്ല. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ ഹൈ ആണ്. പോയിന്റ് ഡി where heat flux reaches minimum is called Leiden frost point. ഗ്രാഫിൽ the presence of vapor film between heater surface and liquid is responsible for the low heat transfer rate in the film boiling region. ആ ഫിലിം ബോയിലിംഗ് റീജിയനിൽ ന്യൂക്ലിയർ ബോയിലിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറവാണ്. ഇതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞു, ഹീറ്റർ സർഫസിൽ ത്രൂ ഔട്ടായിട്ട് വേപ്പർ ഫിലിമാണുള്ളത്. ഓക്കെ, ഇതെന്താണ്? വേപ്പർ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി നോർമലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈ സർഫസിൽ നിന്ന് ഇല്ല ഹീറ്റ് ലിക്വിഡിലെത്താൻ വേണ്ടിയിട്ട് ആ വേപ്പർ വഴിയാണ് പോകുന്നത്. അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കുറവായതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഹീറ്റ് ഫ്ലക്സും അവിടെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ അതിന് ശേഷം ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ആദ്യം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവിടെ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്?
റേഡിയേഷൻ ആയിരിക്കും. വെരി ഹൈ ടെമ്പറേച്ചർ, ഹീറ്റർ സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയി. ഓക്കെ, എക്സസ് ടെമ്പറേച്ചർ അത്ര ഹൈ എന്ന് വെച്ചാൽ ഹീറ്റർ സർഫസിൻ്റെ ടെമ്പറേച്ചർ വെരി ഹൈ ആണ്. The heat transfer rate again increases with increasing excess temperature as a result of heat transfer from the heated surface to the liquid through the vapor by radiation, which become significant at high temperature. ഹീറ്റർ സർഫസ് വെരി ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ റേഡിയേഷൻ്റെ എഫക്റ്റ് അവിടെ വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഈ ഹീറ്റർ സർഫസിൽ നിന്ന് ലിക്വിഡിലോട്ട് ടെമ്പറേച്ചർ എത്തുന്നത് ബൈ റേഡിയേഷനാണ്, ത്രൂ ദിസ് വേപ്പർ. ഓക്കെ, റേഡിയേഷൻ എഫക്റ്റ് സിഗ്നിഫിക്കൻ്റ് ആവുന്നതുകൊണ്ട് അവിടെ പിന്നെയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഹീറ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ബോയിലിംഗ് റെജിംസ് ഇൻ ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിംഗ്. ഇപ്പം പൂൾ ബോയിലിംഗ് ആണ് പറഞ്ഞത്, ഇനി ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിങ്ങിൻ്റെ ബോയിലിംഗ് റെജിംസ് ആണ് പറയുന്നത്. ഇൻ ഫ്ലോ ബോയിലിംഗ് ദ ഫ്ലൂയിഡ് ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ബൈ എൻ എക്സ്റ്റേണൽ സോഴ്സ് സച്ച് ആസ് എ പമ്പ് ആസ് ഇറ്റ് അണ്ടർഗോസ് എ ഫേസ് ചേഞ്ച് പ്രോസസ്. ഫ്ലോ ബോയിലിംഗിൽ എന്താണ്? ഫ്ലൂയിഡ് ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ബൈ എക്സ്റ്റേണൽ സോഴ്സ്, സം എക്സ്റ്റേണൽ ഏജൻസി, പമ്പ് പോലെയുള്ള എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ട് ഫ്ലൂയിഡിനെ മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്തുണ്ട്? ഫേസ് ചേഞ്ച് പ്രോസസ്സ്, ലിക്വിഡ് ടു വേപ്പർ ഫേസ് ചേഞ്ച് പ്രോസസ്സും ഉണ്ട്. ദ ബോയിലിംഗ് ഇൻ ദിസ് കേസ് എക്സിബിറ്റ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് കൺവെക്ഷൻ ആൻഡ് പൂൾ ബോയിലിംഗ്. ഓക്കെ, കൺവെക്ഷനും ഉണ്ട്, അതേപോലെ പൂൾ ബോയിലിംഗ്. കൺവെക്ഷൻ പ്ലസ് പൂൾ ബോയിലിംഗ് ആണ് നമ്മൾ ആക്ച്വലി ഫ്ലോ ബോയിലിംഗ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെ എഫക്റ്റ് വരും. നമുക്ക് ഫ്ലോ ബോയിലിംഗ് ഒന്നിക്കൽ എക്സ്റ്റേണൽ ആവാം, ഒരു ഫ്രീ സർഫസ് നമുക്ക് അവിടെ ഉണ്ടാവും. എക്സ്റ്റേണൽ ഫ്ലോ ബോയിലിംഗ് എന്ന് വെച്ചാൽ ഒരു ഹീറ്റഡ് സർഫസിൻ്റെ മുകളിലൂടെയാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഫ്ലോ എന്താ? നമുക്കൊരു ഫ്രീ സർഫസ് ഉണ്ട്, അവിടെ ഫോം ചെയ്യുന്ന ബബിൾസിന് ഫ്രീ സർഫസിലോട്ട് എത്തിയിട്ട് കൊളാപ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിംഗ് മീൻസ് ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ, ഒരു ഹീറ്റഡ് പൈപ്പിൻ്റെ ഉള്ളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ആ സമയത്ത് ഫോം ചെയ്യുന്ന ബബിൾസിന് എന്തുണ്ടില്ല? ഫ്രീ സർഫസ് കിട്ടുന്നില്ല. ഓക്കെ, മീൻസ് എന്താ? ബബിളും ക്യാരി ചെയ്ത് പോവും ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിംഗ് there is no free surface for the vapor to escape, and thus both the liquid and vapors are forced to flow together. The two-phase flow in a tube exhibit different flow regimes depending upon the relative amount of liquid and the vapor phases. Means ഒരു പൈപ്പിലൂടെ, ഒരു ട്യൂബിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനെ ബോയിലിംഗ് നടക്കുന്ന സമയത്ത് വേപ്പേഴ്സ് ഫോം ചെയ്യും. ആ വേപ്പേഴ്സിന് അവിടെ ഫ്രീ സർഫസ് കിട്ടുന്നില്ല. ആ വേപ്പേഴ്സിന് എന്ത് ചെയ്യും? ഈ ലിക്വിഡിൻ്റെ കൂടെ തന്നെ ക്യാരി ചെയ്ത് പോവും. ഓക്കെ, പിന്നെയും സബ്സിക്വൻ്റ് ആയിട്ട് ഹീറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ വേപ്പർ കണ്ടൻറ്റ് കൂടി വരും. മീൻസ് ആ റിലേറ്റീവ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ബോയിലിംഗ് റെജിംസ് വരുന്നത്. ഓക്കെ, ബോയിലിംഗ് റെജിംസ് നോക്കാം ഏതൊക്കെയാണെന്ന്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഇനീഷ്യലി കംപ്ലീറ്റ്ലി ലിക്വിഡാണ്. ഓക്കെ, അതിനുശേഷം ഹീറ്റ് ചെയ്തിട്ട് ആ ലിക്വിഡ് ടു വേപ്പർ ഫേസ് ചേഞ്ച് വരും. അവസാനം എന്തായി? കംപ്ലീറ്റ്ലി വേപ്പറായി. അതിനിടക്കാണ് ബോയിലിംഗ് റെജിംസ് വരുന്നത്. കംപ്ലീറ്റ്ലി ലിക്വിഡിൽ നിന്ന് കംപ്ലീറ്റ്ലി വേപ്പറിലോട്ട് പോകുന്നത്. മീൻസ് എന്താ? ഇൻ ബിറ്റ്വീൻ ദർ ഈസ് ചേഞ്ച് ഇൻ റിലേറ്റീവ് എമൗണ്ട് ഓഫ് വേപ്പർ ആൻഡ് ലിക്വിഡ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് വേരിയേഷൻ. ഇൻക്രീസ് ചെയ്തിട്ട് ആനുലാർ ഫ്ലോ റീജിയനിൽ മാക്സിമത്തിൽ, പിന്നെ ട്രാൻസിഷൻ ഫ്ലോ എത്തുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓരോന്നായി നോക്കാം. ഇനീഷ്യലി ദ ലിക്വിഡ് ഈസ് സബ്കൂൾഡ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ലിക്വിഡ് ഈസ് ബൈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഇനീഷ്യലി ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ. മീൻസ് എന്താ? ഒരു ഹോട്ട് ട്യൂബാണ്, അതിൻ്റെ അകത്തൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ഫേസ് ചേഞ്ച് ഒന്നുമില്ല. ബൈ സിംപ്ലി ഫോഴ്സ്ഡ് കൺവെക്ഷൻ കോറിലേഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതിനുശേഷം ബബിൾസ് സ്റ്റാർട്ട് ഫോമിങ് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി ട്യൂബ് ആൻഡ് ദി ഡിറ്റാച്ച്ഡ് ബബിൾസ് ആർ ഡ്രാഫ്റ്റഡ് ഇൻ ടു മെയിൻ സ്ട്രീം. പിന്നെയും ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ആ ഹീറ്റഡ് സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് പിന്നെയും ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? ഫോഴ്സ്ഡ് കൺവെക്ഷൻ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ബബിൾസ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുകയും ചെയ്യും. അത് ആ സർഫസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് മെയിൻ സ്ട്രീമിലോട്ട് എത്തുകയും ചെയ്യും. ഓക്കെ, ദിസ് ഗീവ്സ് ഫ്ലൂയിഡ് ഫ്ലോ എ ബബ്ലി അപ്പിയറൻസ് ആൻഡ് ദ നെയിം ബബ്ലി ഫ്ലോ റെജിം. ആ ബബിൾസ് ഫോം ചെയ്ത് മെയിൻ സ്ട്രീമിലോട്ട് ക്യാരി ചെയ്യുന്ന ഇനീഷ്യൽ റെജിമിനെയാണ് ബബ്ലി ഫ്ലോ റെജിം എന്ന് പറയുന്നത്. ആസ് ദ ഫ്ലൂയിഡ് ഈസ് ഹീറ്റഡ് ഫർദർ, ദ ബബിൾസ് ഗ്രോ ഇൻ സൈസ് ആൻഡ് ഇവൻച്വലി coalesce into slugs of vapor. Up to half volume in the tube is occupied by vapor in this slug flow regime. അടുത്തത് സ്ലഗ് ഫ്ലോ റെജിമാണ്.
ഒരുപാട് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബബിൾസിൻ്റെ സൈസ് ഒരുപാട് ബബിൾസ് ഫോം ചെയ്യും. മീൻസ് ആ ട്യൂബ് വോളിയത്തിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ബബിൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ബബിൾസൊക്കെ ഇൻഡിവിജ്വൽ ബബിൾസ് ക്ലബ് ചെയ്തിട്ട് വലിയ ബബിൾസ് ആവും. ഓക്കെ, ആ ഒരു റീജിയൻ, അത് ഒക്കറയുന്ന റീജിയനാണ് സ്ലഗ് ഫ്ലോ റീജിയൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെയും ഈ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്, പിന്നെയും ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ എ വൈൽ ദ കോർ ഓഫ് ദ ഫ്ലൂയിഡ് കൺസിസ്റ്റ് ഓഫ് വേപ്പർ ഓൺലി. വേപ്പർ കോർ ഉണ്ടാവും, സെൻട്രൽ റീജിയനിലായി വേപ്പർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ലിക്വിഡ് എവിടെയാണ് ഉണ്ടാവുക? ലിക്വിഡ് ആ ട്യൂബ് വാളിൻ്റെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ദ ലിക്വിഡ് ഈസ് കൺഫൈൻഡ് ഓൺലി ഇൻ ദ ആനുലാർ സ്പേസ് ബിറ്റ്വീൻ വേപ്പർ കോർ ആൻഡ് ദി ട്യൂബ് വാൾ. ഓക്കെ, വേപ്പർ കോറിൻ്റെ ആ ട്യൂബ് വാളിൻ്റെ ഇടക്കാന്ന് പിന്നെ ലിക്വിഡ് ഫേസ് ഉണ്ടാവുക. ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് ആനുലാർ ഫ്ലോ റെജിം. ഈ ഒരു റെജിം. ഓക്കെ, ദിസ് ഈസ് ദി ആനുലാർ ഫ്ലോ റെജിം ആൻഡ് വെരി ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻസ് ആർ റിയലൈസ്ഡ് ഇൻ ദിസ് റീജിയൻ. ഈ ഒരു റീജിയനിലാണ് വെരി ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഉണ്ടാവുക. ഗ്രാഫിൽ നേരത്തെ കാണിച്ച പോലെ. പിന്നെ പോകുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഡിക്രീസ് ആണ് വരുന്നത്. അതിൻ്റെ കാരണം എന്താ? ആസ് ദ ഹീറ്റിംഗ് കണ്ടിന്യൂസ്, പിന്നെയും ഹീറ്റിംഗ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആനുലാർ ലിക്വിഡ് ലെയർ ഗെറ്റ് തിന്നർ ആൻഡ് തിന്നർ ആൻഡ് ഇവഞ്ച്വലി ഡ്രൈ സ്പോട്ട്സ് സ്റ്റാർട്ട് ടു അപ്പിയർ ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി ട്യൂബ്. ദ അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്പോട്ട് ഈസ് അക്കമ്പനീഡ് ബൈ ഷാർപ്പ് ഡിക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആനുലാർ ഈ വേപ്പർ കോറിൻ്റെ സൈസ് കൂടി വരും. അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ പോർഷൻ്റെ തിക്നെസ് കുറഞ്ഞ് വന്നിട്ട് ഇവിടെ ഡ്രൈ സ്പോട്ട്, ആ ട്യൂബിൽ ഡ്രൈ സ്പോട്ട് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് നേരത്തെ പറഞ്ഞ വേപ്പേഴ്സ് ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യും. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്യും. നേരത്തെ ഗ്രാഫിൽ കാണിച്ച പോലെ. ഓക്കെ, അതാണ് ട്രാൻസിഷൻ റെജിം. ദ ട്രാൻസിഷൻ റെജിം കണ്ടിന്യൂസ് അണ്ടിൽ ഇന്നർ സർഫസ് ഓഫ് ദ ട്യൂബ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ. ട്രാൻസിഷൻ ഫ്ലോ അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഇന്നർ സർഫസ്, ട്യൂബിൻ്റെ ഇന്നർ സർഫസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കും. ഓക്കെ, പിന്നെ ആ ട്യൂബിൻ്റെ ഇന്നർ സർഫസായിട്ട് ലിക്വിഡ് കോണ്ടാക്ട് ഉണ്ടാവില്ല, വേപ്പേഴ്സ് ഓൺലി. എനി ലിക്വിഡ് അറ്റ് ദിസ് മൊമെൻറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡ്രോപ്ലെറ്റ്സ് സസ്പെൻഡഡ് ഇൻ വേപ്പർ കോർ വിച്ച് റിസംബിൾസ് എ മിസ്റ്റ് ആൻഡ് വി ഹാവ് മിസ്റ്റ് ഫ്ലോ റെജിം അണ്ടിൽ ഓൾ ദ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആർ വേപ്പറൈസ്ഡ്. ഈ ട്രാൻസിഷൻ ഫ്ലോന് ശേഷവും പിന്നെ അവിടെ എന്താ ലിക്വിഡ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഈ വേപ്പർ കോറിൽ മിസ്റ്റ് സസ്പെൻഡഡ് ഫോംസിലാണ് ഉണ്ടാവുക. ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രാൻസിഷൻ റെജിമിന് ശേഷവും അവിടെ ബാക്കിയുള്ള ലിക്വിഡ് ഫേസ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ഫോമിലാണ് ഉണ്ടാവുക, മിസ്റ്റ് പോലെ. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മിസ്റ്റ് ഫ്ലോ റെജിം എന്ന് പറയുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രോപ്ലെറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വാട്ടർ പാർട്ടിക്കിൾസും വേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിന് ശേഷം പിന്നെന്തായി? കംപ്ലീറ്റ്ലി വേപ്പറായി. പിന്നെ അവിടെ സിംഗിൾ ഫേസിലോട്ട് പോയി. ഇവിടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് ഫേസ് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ഫേസിലോട്ട് പോയി. ഓക്കെ, ഇൻ ബിറ്റ്വീനാണ് 2 phase ഫ്ലോ വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി മിസ്റ്റ് ഫ്ലോ റെജിം ദർ ഈസ് സാച്ചുറേറ്റഡ് വേപ്പർ വിച്ച് ബിക്കംസ് സൂപ്പർ ഹീറ്റഡ് വിത്ത് എനി ഫർദർ ഹീറ്റ് ട്രാൻസ്ഫർ. കംപ്ലീറ്റ്ലി വേപ്പറായി പിന്നെയും അതിനെ ഹീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായി? സൂപ്പർ ഹീറ്റഡ് വേപ്പറായിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തത് കണ്ടൻസേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ബോയിലിംഗ് എന്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു? ലിക്വിഡ് ടു വേപ്പറാണ്. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, വേപ്പർ ടു ലിക്വിഡ്. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റീം എന്തായി മാറുന്നു? വാട്ടറാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അത് കണ്ടൻസേഷനാണ്. കണ്ടൻസേഷൻ ഈസ് എ ഫേസ് ചേഞ്ച് പ്രോസസ് ഫ്രം വേപ്പർ ടു ലിക്വിഡ്. ഓക്കെ, കണ്ടൻസേഷൻ occurs when temperature of the vapor is reduced below saturation temperature. കണ്ടൻസേഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുക? അതിൻ്റെ വേപ്പർ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. അതിന് സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാളും റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ വാട്ടറിൻ്റെ കേസ് ആണെങ്കിൽ 180 m. ഓക്കെ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 degree centigrade ആണ്. ഓക്കെ, 100 degree centigradeലെ ഒരു വേപ്പർ അത് അതിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മീൻസ് 100 degree centigrade ആയിട്ട് കുറച്ച് മുകളിലൊരു വേപ്പർ. ഓക്കെ, സോ 101 degree centigradeലെ വേപ്പർ ഉണ്ടെന്ന് വെച്ചോ. അതിൻ്റെ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും? അത് 100 degree centigradeലോട്ടുള്ള വേപ്പറായി മാറും. അതിനുശേഷം ഫേസ് ചേഞ്ച് കണ്ടൻസേഷൻ നടന്നിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരും. അതങ്ങനെ നോർമലി ചെയ്യുന്നത്? ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ബ്രിങ്ങിങ് ദ വേപ്പർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ സോളിഡ് സർഫസ് ഹൂസ് ടെമ്പറേച്ചർ
ഈസ് ബിലോ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് ദി വേപ്പർ. ഓക്കെ, ഇവിടെയൊക്കെ വേപ്പർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റീം ഉണ്ട്. ഓക്കെ, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് സ്റ്റീം എന്ന് വെച്ചോ. അതിനെ ഞാൻ കണ്ടൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സോളിഡ് സർഫസ് ഇതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും ലെസ് ടെമ്പറേച്ചറിലെ സോളിഡ് സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നത്. ഇപ്പം 180 പ്രഷർ ആണെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്റ്റീം ഉണ്ട്. ഓക്കെ, ഞാൻ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, സാച്ചുറേഷൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ ഒരു സോളിഡ് സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അവിടെ കൊണ്ടുവരുന്നത്. ഇതുമായിട്ട് കോൺടാക്ട് വരുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. ഓക്കെ, കാരണം എന്താ? ഇതിൻ്റെ ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവാണ്. അതുകൊണ്ട് അവിടെ കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കും. കണ്ടൻസേഷൻ രണ്ട് ടൈപ്പിൽ, രണ്ട് ഫോംസിൽ നടക്കുക. ഒന്ന് ഫിലിം വൈസ് കണ്ടൻസേഷനും രണ്ടാമത്തത് ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷനും. ആ രണ്ടും നോക്കാം. കണ്ടൻസേഷനിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫിലിം വൈസ് കണ്ടൻസേഷൻ. In film wise condensation, the condensate wet the surface and forms a liquid film on the surface that slides down under the influence of gravity. The thickness of the liquid film increases in flow direction. കണ്ടൻസേറ്റ്, ഫിലിം വൈസ് കണ്ടൻസേഷനിൽ എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ സോളിഡ് സർഫസ് ഉണ്ട്. ആ സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, ആ സമയത്ത് നോർമലി എന്ത് ചെയ്യും? ആ സ്റ്റീം ലാറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ട് അത് കണ്ടൻസ് ചെയ്യും. വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരും. ഓക്കെ, ആ ലിക്വിഡ്സ് എന്ത് ചെയ്യും? ആ ഫിലിം വൈസ് കണ്ടൻസേഷൻ ആണെങ്കിൽ ആ സോളിഡ് സർഫസിനെ കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിലിം അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഫിലിം വൈസ് കണ്ടൻസേഷനിൽ ആ ഫിലിം ഫോം ചെയ്യുന്ന ഫിലിം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആ ഒരു പ്ലേറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിൻ്റെ ഫിലിം തിക്നെസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫിലിം തിക്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് വരും. ഈ കാണുന്ന പോലെ ഇനീഷ്യലി ഇവിടെ ഫിലിം തിക്നെസ് കുറവായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഫിലിം തിക്നെസ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഫിലിം വൈസ് കണ്ടൻസേഷനിൽ നടക്കുന്നത്. ഇൻ ഫിലിം വൈസ് കണ്ടൻസേഷൻ ദ സർഫസ് ഈസ് ബ്ലാങ്കറ്റഡ് ബൈ എ ലിക്വിഡ് ഫിലിം ഓഫ് ഇൻക്രീസിംഗ് തിക്നെസ് and this liquid wall between solid surface and vapor serves as a resistance to heat transfer. ഓൾറെഡി ഞാൻ പറഞ്ഞു, ആ ലിക്വിഡ് ഫിലിമിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും താഴോട്ട്. ഇതാണ് നമ്മളെ സോളിഡ് സർഫസ് കോൾഡ്. ഇവിടെ എന്തുണ്ട്? വേപ്പർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡ് വാളെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റെസിസ്റ്റൻസ് ആയിട്ട്, പിന്നെ കണ്ടൻസേഷൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഫിലിം വൈസ് കണ്ടൻസേഷൻ ആയതുകൊണ്ട് ഒരു ലിക്വിഡ് ഫിലിം അവിടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ സറൗണ്ടിങ് വേപ്പർ നമുക്ക് എന്തുണ്ടാവില്ല? സറൗണ്ടിങ് വേപ്പറിന് ഈ സോളിഡ് നമ്മളെ പ്ലേറ്റ്, കോൾഡ് പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ വേണ്ടി പറ്റൂല. ഓക്കെ, പിന്നെ എങ്ങനെ കണ്ടൻസേഷൻ നടക്കുന്നുണ്ടാവുക? ഈ വേപ്പർ പിന്നെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ ലിക്വിഡ് ഫിലിമായിട്ടാണ്. ഓക്കെ, ആ ഫിലിം ഇതിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ഇത് കോൾഡ് പ്ലേറ്റ് ആണ്. ഇവിടെ അതിൻ്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചോ, 180 ആണ്. ഇതിൻ്റെ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. മീൻസ് ഇവിടെ എന്താ? ഈ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും, ഈ ഒരു ഡയറക്ഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈലും അതേപോലെ വെലോസിറ്റി പ്രൊഫൈലും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഫിഗർ യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഈ വേപ്പറിന് ഡയറക്റ്റ് സോളിഡ് പ്ലേറ്റുമായിട്ട് കോൺടാക്റ്റ് വേണ്ടി കണ്ടൻസ് ചെയ്യാൻ ചാൻസ് ഇവിടെ കുറഞ്ഞു. മീൻസ് എന്താ? ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ലിക്വിഡ് ഫിലിം വരുന്നത്. പിന്നെ കണ്ടൻസേഷൻ നടക്കുന്നത് വെച്ചാൽ വേപ്പർ പിന്നെ ആരായിട്ടാണ് കോൺടാക്ട് വരുന്നത്? ലിക്വിഡ് ഫിലിമുമായിട്ടാണ് കോൺടാക്ട് വരുന്നത്. ഈ ഒരു ലെയറിലൂടെയും കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ടാണ് പിന്നെ ബാക്കി കണ്ടൻസേഷൻ നടക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് സോളിഡ് പ്ലേറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത് ഫിലിം വൈസ് കണ്ടൻസേഷനിൽ. ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ. ഓക്കെ, ഫിഗർ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ്? ഒരു ഫിലിം അവിടെ ഫോം ചെയ്തിട്ട് കംപ്ലീറ്റ് സർഫസിനെ വെറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഫിലിം വൈസ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസിൽ, നല്ല ക്ലിയർ സർഫസിലാണ് നടക്കുന്നത്, പെർഫെക്റ്റ്ലി ഫിനിഷ് ചെയ്ത സർഫസിൽ. ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സർഫസിൽ വല്ല ഓയിലി സർഫസ് ഒക്കെ ആണെങ്കിൽ ആ ഫിലിംസ് അവിടെ ഫോം ചെയ്യില്ല, പകരം ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ ആയിരിക്കും നടക്കുക. ഇൻ ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ കണ്ടൻസ്ഡ് വേപ്പർ ഫോം ഡ്രോപ്ലെറ്റ്സ് ഓൺ ദി സർഫസ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടിന്യൂസ് ഫിലിം. കണ്ടിന്യൂസ് ഫിലിം ഉണ്ടാവില്ല, ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ദ സർഫസ് ഈസ് കവേർഡ് ബൈ കൗണ്ട്ലെസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വേരിയിങ് ഡയമീറ്റർ. ഒരുപാട് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, ഓരോന്നിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ ദ ഡ്രോപ്ലെറ്റ്സ് സ്ലൈഡ് ഡൗൺ വെൻ ദ റീച്ച് എ സെർട്ടൈൻ സൈസ്, ക്ലിയറിംഗ് ദ സർഫസ് ആൻഡ് എക്സ്പോസിങ് ഇറ്റ് ടു വേപ്പർ. ഇത് ഒരു പർട്ടിക്കുലർ സൈസ് എത്തുന്ന സമയത്ത്,
ഈ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് ഒരു പർട്ടിക്കുലർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സൈസ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സ്ലൈഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, പിന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അഗെയിൻ ഫ്രീ സോളിഡ് സർഫസ് ആണ് വരുന്നത്. പിന്നെ സറൗണ്ടിങ് വേപ്പറിന് ഡയറക്റ്റായിട്ട് ആ സോളിഡ് സർഫസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. തൊട്ട് മുമ്പ് പറഞ്ഞ കണക്കിന് ഫിലിം റെസിസ്റ്റൻസും ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡ് വാളൊന്നും അവിടെ ഇല്ല. ഒരു ബബിള് പർട്ടിക്കുലർ സൈസ് എത്തിയാൽ സ്ലൈഡ് ഡൗൺ, പിന്നെ അതിനുശേഷം സറൗണ്ടിങ് വേപ്പറിന് ഡയറക്റ്റായിട്ട് സോളിഡ് സർഫസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, കണ്ടൻസേഷൻ നടക്കും. ഡയറക്റ്റായിട്ട് സോളിഡ് സർഫസുമായിട്ടാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത്. ദർ ഈസ് നോ ലിക്വിഡ് ഫിലിം ഇൻ ദിസ് കേസ് ടു റെസിസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. നേരത്തെ പറഞ്ഞാൽ ഇത് ലിക്വിഡ് ഫിലിം ഒന്നുമില്ല റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിക്വിഡ് വാളൊന്നുമില്ല. ആസ് എ റിസൾട്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻ ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ ഈസ് മോർ ദാൻ 10 times ലാർജർ ദാൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഫിലിം വൈസ് കണ്ടൻസേഷൻ. ആ ലിക്വിഡ് ബാരിയർ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഫിലിം വൈസ് കണ്ടൻസേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി ഹൈ ആണ്. മീൻസ് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഇവിടെ ഹൈ ആയിരിക്കും. നമുക്ക് പ്രിഫർ ചെയ്യുന്ന മോഡ് ഓഫ് കണ്ടൻസേഷൻ എന്തായിരിക്കും? ദർഫോർ ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ ഈസ് പ്രിഫേർഡ് മോഡ് ഓഫ് കണ്ടൻസേഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ. ഇതാണ് ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷനാണ് നമുക്ക് നല്ലത്. അവിടെ പെട്ടെന്ന് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ കൂടുതലായിരിക്കും. പക്ഷേ നാച്ചുറലി നടക്കുന്ന മെജോറിറ്റി എന്തായിരിക്കും? ഫിലിം വൈസ് കണ്ടൻസേഷൻ ആയിരിക്കും. ഓക്കെ.